നമസ്കാരം. കർക്കിടക മാസ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ജൂലൈ 17 തീയതിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഈ വർഷം. ചിത്തിര നക്ഷത്രത്തിന്റെ ഒടുവിലുള്ള 30 നാഴിക, ചോതി വിശാഖം നാളിന്റെ ആദ്യ 45 നാഴിക, ഇത്രയും ചേർന്നതാണ് തുലാക്കൂറ്. ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് ഇപ്പോൾ. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി പാഴ്ചെലവുകൾ ക്രമാതീതമായി വർദ്ധിച്ചേക്കാം. വളരെ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണമോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പണം ചെലവ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു തന്നെ വേണം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കരുതലോടുകൂടി തന്നെ പരിശ്രമിക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം. പരിശ്രമം തുടരുന്നത് നല്ലതാണ്. അന്യദേശങ്ങളിലും മറ്റും വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തുലാക്കൂറുകാർ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും ആലോചനക്കുറവ് കൊണ്ടും നിങ്ങളുടെ തൊഴിലിൽ ചില ബുദ്ധിമുട്ടുകളോ കുറവുകളോ ഉണ്ടായേക്കാം. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കച്ചവട രംഗത്തുള്ളവർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ മേഖലയെപ്പറ്റി ശരിക്ക് പഠിച്ച് പ്രവർത്തിക്കണം. സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷ്മത പാലിക്കുക. ഇങ്ങനെയുള്ള കരുതൽ നടപടികളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. മനസ്സിന് ടെൻഷനും പിരിമുറുക്കവും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കുക. ശ്രദ്ധാപൂർവം ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ സൂക്ഷ്മതയോടുകൂടി അത് തുടരുക. വൈകാതെ പൂർത്തിയാക്കാൻ കഴിയും. മറ്റ് വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സമയം അത്ര അനുകൂലമല്ല. കരുതലോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. ഈ കർക്കിടക മാസം പ്രത്യേകമായി ചില പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നത് സമയദോഷങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കും. കർക്കിടക വാവുബലി തർപ്പണങ്ങൾ ശ്രദ്ധാഭക്തി സമന്വിതം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നിങ്ങളുടെ വംശപരമ്പരയുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ നിങ്ങൾക്കും കുടുംബത്തിനും നല്ല രീതിയിൽ ലഭിക്കുന്നതിനും ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഏറ്റവും വിശിഷ്ടമായി സത്യനാരായണ പൂജ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും.